ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെജിറ്റബിൾ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് ഒന്നുകൂടി അടച്ചു വെക്കാം. അതിനുശേഷം ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ബിരിയാണി റൈസാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജോഗർ റൈസാണ്. പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനായാലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി റൈസാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഇത്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, അടച്ചു വെക്കാം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം നന്നായി വെന്തിട്ടുണ്ട്. ഒരു 90% കുക്കായാൽ മതി. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഊറ്റിയിടാം. അടിയിൽ തുളയുള്ള പാത്രത്തിലേക്ക് ഊറ്റിയിടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ വെള്ളം ഉണ്ടെങ്കിലും അത് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. അടിയിലൊരു പാത്രം വെച്ചിട്ട് ഊറ്റിയിട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളിൻ്റെ പകുതി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കറുവപ്പട്ട, ഏലക്കായ, ഒരു പച്ചമുളക്, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, പെരിഞ്ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരണം. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായി മൂത്ത് വരുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളിയുടെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളകാണ് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ഇളക്കി വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇനി അതൊന്ന് തുറന്ന് നോക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. റൈസ് അതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെജിറ്റബിൾസും റൈസും മിക്സ് ആവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റുന്ന റൈസാണ്. ഞാൻ പുതിയതായി തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരും. ബൈ.